മണ്ഡലം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും നിലനിർത്താൻ LDFും രണ്ടും കൽപ്പിച്ചിറങ്ങിയതോടെ അരുവിക്കരയിൽ പോര് കടുക്കുകയാണ്. ജി സ്റ്റീഫനിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുക്കാൻ മുൻമന്ത്രി VS ശിവകുമാറാണ് UDFിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. സിനിമാ സീരിയൽ താരം വിവേക് ഗോപനാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥി. വർഷങ്ങളോളം RSPയുടെ കുത്തുകസീറ്റ്, പിന്നെ ജി കാർത്തികേയനായി അരുവിക്കരയുടെ ആദ്യ രൂപമായ ആര്യനാടിന്റെ അടയാളം. അരുവിക്കരയായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ 2011 കാർത്തികേയൻ മണ്ഡലം നിലനിർത്തി. ശേഷം ഉപതെരഞ്ഞെടുപ്പിലും 2016 മകൻ ശബരിനാഥൻ അരുവിക്കരയുടെ MLA ആയി. ശബരിയെ അട്ടിമറിച്ചാണ് കാട്ടാക്കടയിൽ നിന്നെത്തിയ സ്റ്റീഫൻ അരുവിക്കരയിൽ ചെങ്കൊടി ഉയർത്തിയത്. മുമ്പെങ്ങുമില്ലാത്ത വികസനവും മണ്ഡലത്തിലെ നിറസാന്നിധ്യവും ഇത്തവണയും തുണയ്ക്കുമെന്ന് സ്റ്റീഫന് ഉറച്ച പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വൻപിച്ച വിജയം നേടും. ആ നേടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തുപോലെ തന്നെ അരുവിക്കര മണ്ഡലവും നമ്മൾ ഷുവറായി ജയിക്കും. തീരദേശ മണ്ഡലമായ തിരുവനന്തപുരത്ത് നിന്ന് മലയോരമായ അരുവിക്കരയിൽ ഭാഗ്യം തേടുകയാണ് VS ശിവകുമാർ. പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിലെ സ്വീകരണ പരിപാടികളിലെ ആൾക്കൂട്ടവും പ്രവർത്തകരുടെ ആവേശവും ശിവകുമാറിന്റെ പ്രതീക്ഷയേറ്റുന്നു. ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്നലത്തെ പ്രവർത്തക സമ്മേളനം ഒരുപക്ഷെ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നു, പ്രവർത്തകരുടെ ഇതായിരുന്നു. ഞാൻ നടത്തിയ റോഡ് ഷോയൊക്കെ ഗംഭീര വിജയമായിരുന്നു. അപ്പൊ ഇത് തെളിയിക്കുന്നത് ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അരുവിക്കര നിയോജക മണ്ഡലം തീർച്ചയായിട്ടും 100% ഉജ്ജ്വല വിജയം നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ മത്സരിച്ച വിവേക് ഗോപനാണ് BJPക്ക് വേണ്ടി അരുവിക്കരയിൽ മത്സര രംഗത്തുള്ളത്. നമ്മൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, പല മണ്ഡലങ്ങൾ, പല മേഖലകളിലും, പല പഞ്ചായത്തുകളിലും നമുക്ക് വോട്ട് വർധനവ് വന്നിട്ടുണ്ട്. ഒത്തിരി അത് കേരളം ഒട്ടാകെ നമുക്ക് BJPക്ക് വളരെ അനുകൂലമായിട്ടുള്ള വോട്ട് വർധനവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഭാവം അരുവിക്കരയിലെ പല മേഖലകളിലും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ പറയാൻ അത് ഒരുപാട് കത്തിജ്വലിക്കാൻ പോകുന്നു ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റം കോൺഗ്രസിന് പ്രതീക്ഷ നൽകുമ്പോൾ അടിത്തറ ഭദ്രമെന്ന കണക്കുകൂട്ടലാണ് CPMന്റെ ആത്മവിശ്വാസത്തിന്റെ കാതൽ. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.